بسم الله الرحمن الرحيم. ولقد آتينا بني إسرائيل الكتاب والحكم والنبوة ورزقناهم من الطيبات وفضلناهم على العالمين وآتيناهم بينات من الأمر فما اختلفوا إلا من بعد ما جاءهم العلم بغيا بينهم إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1741 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തു ജാസിയയിലെ 16-17 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا بني إسرائيل الكتاب والحكم والنبوة ورزقناهم من الطيبات وفضلناهم على العالمين وآتيناهم بينات من الأمر فما اختلفوا إلا من بعد ما جاءهم العلم بغيا بينهم إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون. صدق الله العلي العظيم. സൂറത്തുൽ ജാസിയയിലെ 16-17 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ബനൂ ഇസ്രായേൽ സമൂഹത്തെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ മക്കയിലെ അഭിസംബോധിത സമൂഹത്തെ കേൾപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആയത്തുകളിലും തുടർന്നുള്ള ഏതാനും ആയത്തുകളിലുമായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠനവിധേയമാക്കിയ 2 ആയത്തുകളിൽ 14-15 ആയത്തുകളിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യവിശ്വാസികളോടായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി, അവർക്കൊരു ഉപദേശവും നിർദ്ദേശവും ഒക്കെ നൽകാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതാണ് നമ്മൾ കാണുകയുണ്ടായത്. വിശ്വാസികളോടായിട്ട് അവിടെ നിർദ്ദേശിക്കപ്പെട്ടത് അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ ഏറെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് വിട്ടുവീഴ്ച മനസ്ഥിതിയോടുകൂടി, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് മാപ്പാക്കിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നാണ് അവിടെ നിർദ്ദേശിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. കാരണം ഈ കൂട്ടര് അള്ളാഹുവിന്റെ നാളുകളിൽ അള്ളാഹുവിന്റെ സാന്നിധ്യം ബോധ്യപ്പെടുത്തപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ചില നാളുകളെ വിശുദ്ധ ഖുർആനിലും അതുപോലെ ചരിത്രത്തിലൊക്കെ പരാമർശിക്കപ്പെടുന്നതാണ്. ആ നാളുകളിൽ വിശ്വാസമില്ലാത്ത ആളുകളാണ്. അങ്ങനെ ദൈവിക നടപടിയുടെ നാളുകൾ ഉണ്ടാകുമെന്ന് ഭയാശങ്കകളില്ലാത്ത ഈ ആളുകളോട്, അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആളുകളോട് വിട്ടുവീഴ്ച കാണിക്കാൻ വേണ്ടിയാണ് അവിടെ അല്ലാഹു നിർദ്ദേശിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായത്. അവരുടെ കാര്യത്തില് അവരുടെ ചെയ്തികൾക്കുള്ള പ്രതിഫലം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രതിഫലം നൽകുന്നതിനായി എന്ന് പറഞ്ഞാൽ അവര് അർഹിക്കുന്ന ശിക്ഷ അവർക്ക് നൽകുന്നതിനായി അല്ലാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുമുണ്ട്. ആ സമയത്ത് അത് നൽകപ്പെടുന്നതിന്, അത് നിർവഹിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഇപ്പോ അവരുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ
അള്ളാഹു നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം വിശ്വാസികളോടായിട്ട് പറയാനാണ് അള്ളാഹു അവിടെ ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുകയുണ്ടായത്. സുഹൃതം ചെയ്ത ഒരാളും ആ സുഹൃതം പാഴായിപ്പോയി എന്നൊരു അനുഭവം ഉള്ള ആളായി മാറുകയില്ല. അതുപോലെ ഒരു ദുഷ്കൃത്യം ചെയ്ത ആള് അതിന്റെ പരിണതി ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും. എല്ലാവരും തന്നെ അവന്റെ അടുക്കലേക്കാണ് തിരികെ അയക്കപ്പെടാനും ഇരിക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരികെ അയക്കപ്പെടുന്ന ആ നാള് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കുന്ന ഒരു നാളായിരിക്കും എന്നതാണ് അള്ളാഹുവിടെ ഊന്നലോടുകൂടി പറയുന്നത് നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഒരു ചരിത്ര സംഭവം അള്ളാഹുവിടെ പരാമർശിക്കുന്നത്. ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം പരാമർശങ്ങൾ ആവർത്തിച്ച് വരുന്നത് നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. ഇതിനകം പിന്നിട്ട ഭാഗങ്ങളിൽ ധാരാളം അത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലഖദ് ആതൈന ബനി ഇസ്രായേലിന് നാം നൽകുകയുണ്ടായി. നേരത്തെ നൽകിയ കാര്യമാണ്. പിന്നിട്ട കാലത്ത് ബനു ഇസ്രായേലിന് നാം നൽകുക ഉണ്ടായിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. വലഖദ് ആതൈന ബനി ഇസ്രായേല അൽ കിതാബ വൽ ഹുക്മ വൻ നുബുവത. 3 സുപ്രധാനമായ കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. ഒന്ന് ദൈവിക വേദഗ്രന്ഥം അൽ കിതാബ്, മറ്റൊന്ന് അൽ ഹുക്ം, ആ വേദഗ്രന്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ കർമ്മജീവിതത്തെ ശരിയായ വിധത്തിലുള്ളതാക്കി മാറ്റുന്ന ഒരു പ്രായോഗിക ജ്ഞാനവും അതിന്റെ പ്രായോഗിക രൂപവും. അതുപോലെ വൻ നുബുവത, ഈ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രവാചകന്മാരുടെ സാന്നിധ്യവും. ഈ കാര്യങ്ങളാണ് ബനു ഇസ്രായേലിന് പ്രത്യേകമായി അല്ലാഹു അവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുഗ്രഹം എന്ന നിലക്ക് അവർക്ക് നൽകിയതായിട്ട് ഇവിടെ ആദ്യമായി പരാമർശിക്കുന്നത്. കിതാബ്, ഹുക്മ്, നുബൂവത്ത്. നുബൂവത്ത് എന്ന് പറഞ്ഞ പ്രവാചകത്വമാണ്. അപ്പോൾ പ്രവാചകത്വം എന്നത് ബനു ഇസ്രായേൽ സമൂഹത്തിന് ചരിത്രത്തിൽ ഒരു തവണ മാത്രം ഉണ്ടായ ഒരു കാര്യമല്ല. ആവർത്തിച്ച് ഒരു ദൂതന് പുറകിലായി മറ്റൊരു ദൂതൻ വരുന്ന വിധത്തില് ഏറെ എണ്ണം പ്രവാചകന്മാര് നിയോഗിച്ചയക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു ബനു ഇസ്രായേൽ. വലിയൊരു ചുമതല ലോക മനുഷ്യ സമൂഹങ്ങളുടെ കൂട്ടത്തില് അവർക്കൊന്നും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലാത്ത അത്രയും വലിയ ഒരു ചുമതലയും ഉത്തരവാദിത്വവും ഒക്കെ ഏൽപ്പിക്കപ്പെട്ട ഒരു കൂട്ടരായിരുന്നു ബനു ഇസ്രായേൽ. ഈ ഒരു കാര്യമാണ് അള്ളാഹുവിടെ പരാമർശിക്കുന്നത്. വലഖദ് ആതൈന ബനി ഇസ്രായേൽ. അതിവിടെ പരാമർശിക്കുന്നതിന് ഈ ആയത്തുകൾ അവതരിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലവുമായിട്ടൊരു ബന്ധമുണ്ട്. സമാനമായ വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നതിനായി അള്ളാഹു ഇപ്പോ ഒരു സമൂഹത്തെ തെരഞ്ഞെടുത്ത് അവരെ അതിന് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രക്രിയയിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഏർപ്പെട്ടിരിക്കുന്നത്. മക്കയിലെ ഖുറൈശി സമൂഹത്തെയും അവരോട് ചേർന്ന് നിലകൊള്ളുന്ന ആളുകളെയും ഒക്കെ ചരിത്രത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ദൗത്യം നിർവഹിക്കുന്നതിനായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അവരെ അതിന് പരിശീലിപ്പിക്കുന്ന വിധത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ അവർക്കിടയിൽ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ബനു ഇസ്രായേലിനെ അള്ളാഹു ചരിത്രത്തില് വളരെ വിശിഷ്ടമായ ഒരു ദൗത്യം നിർവഹിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുക്കുകയുണ്ടായിട്ടുണ്ട് നേരത്തെ. അങ്ങനെ ആ സമൂഹത്തെ ബനു ഇസ്രായേലിനെ അതിന് യോഗ്യരാക്കുന്നതിന് വേണ്ടി വളരെ വിശിഷ്ടമായ ദൈവികാനുഗ്രഹങ്ങൾ അള്ളാഹു അവരുടെ മേൽ ചൊരിയുകയും ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ചിലതാണ് ഇവിടെ എടുത്തു പറയുന്നത്. കിതാബ്, ഹുക്മ്, നുബൂവത്ത്. ഹുക്മ് എന്നത്
രണ്ട് അർത്ഥസാധ്യതകളിൽ ഉൾക്കൊള്ളാൻ കഴിയും. കിതാബ് ഇവിടെ വളരെ വ്യക്തമാണ്. ബനൂ ഇസ്രായേലിന് നൽകപ്പെട്ടിരുന്ന വേദഗ്രന്ഥം തൗറാത്ത് എന്ന് മനസ്സിലാക്കാം നമുക്ക്. ബനൂ ഇസ്രായേലിന് അതേപോലെ തന്നെ ദാവൂദ് അലൈഹി ഇസ്ലാമിന് ലഭിച്ചിരുന്ന ജബൂർ, അതുപോലെയുള്ള ദൈവിക മാർഗദർശനം അടങ്ങിയ സന്ദേശങ്ങൾ ബനൂ ഇസ്രായേൽ പ്രവാചകന്മാർക്ക് പലപ്പോഴായിട്ട് ലഭിച്ചിരുന്നത് അതും ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അവർക്ക് ദൈവിക മാർഗദർശനം അടങ്ങിയ കിതാബ് നൽകപ്പെട്ടു. മറ്റൊന്ന് അവർക്ക് ഹുക്മ് നൽകപ്പെട്ടു എന്നാണ്. ഹുക്മ് എന്നത് ഹിക്മത്തും അതുപോലെ ഒരു കാര്യത്തിന്റെ നിർവഹണം എന്ന അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിക്മത്ത് എന്ന് പറയുമ്പോൾ അത് കിതാബിന്റെ പ്രായോഗിക വിശദീകരണമാണ്. അത് ശരീഅത്തും മിൻഹാജും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ കിതാബ് അനുസരിച്ചുള്ള കാര്യങ്ങളുടെ നിർവഹണം എങ്ങനെയെന്ന് പ്രായോഗികമായി പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഹിക്മത്ത് എന്നത്. അതിന് പലപ്പോഴും നമ്മൾ തത്വജ്ഞാനം എന്നൊക്കെ ഒരു വിവർത്തനം കൊടുക്കാറുണ്ട്. അത് ശരിയായിട്ട് ആശയം കൺവേ ചെയ്യുന്ന ഒരു കാര്യമല്ല. തത്വം യഥാർത്ഥത്തിൽ കിതാബിൽ തന്നെയാണ് ഉള്ളത്. തത്വത്തിന്റെ പ്രായോഗിക ജ്ഞാനമാണ് അതെങ്ങനെ നടപ്പിലാക്കപ്പെടണം എന്നതാണ് ഹിക്മത്തിൽ വരുന്നത്. അത് നടപ്പിലാക്കാൻ ഒരാള് നേതൃത്വം നൽകിക്കൊണ്ട് ഒരു ഭരണം നിർവഹിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു കാര്യമൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഹുക്മ് എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാരൊക്കെയും തന്നെ അവരുടെ രാഷ്ട്രീയ നേതൃത്വം കൈയാളിയിരുന്ന ആളുകൾ കൂടിയായിരുന്നു. അവരുടെ ഭരണാധികാരികളായിരുന്നു, രാജാക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ ഭരണം നിർവഹിച്ചിരുന്ന സമൂഹത്തിലെ പ്രമുഖരായ ആളുകൾ കൂടിയായിരുന്നു എന്നതും ഇതിനോട് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗദർശനമായിട്ട് അവരുടെ മുന്നിലുണ്ടായിരുന്ന കിതാബാണ്. കിതാബിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവര് ആ ഹുക്മ് നടപ്പിലാക്കിയിരുന്നത്. അപ്പൊ ഇതൊക്കെ പരസ്പരം, ഹാക്കിം എന്ന് പറഞ്ഞാൽ ഭരണാധികാരി എന്നാണ്. ഹിക്മത്തില്ലാതെ ഒരു ഹാക്കിമിനും ഭരണം നിർവഹിക്കാൻ കഴിയില്ല. ഹിക്മത്ത് വളരെ അടിസ്ഥാനപരമായതാണ്. അപ്പൊ ഹിക്മത്തും ഹാക്കിമും ഇനി ഈ ഹുക്കുമും ഒക്കെ തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നിർവഹണ സ്വഭാവമുള്ള ആശയം കൺവേ ചെയ്യുന്ന പദങ്ങളാണ്. അപ്പൊ കിതാബ് ആണ് അടിസ്ഥാനം. കിതാബിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിന്റെ നിർവഹണം നിർവഹിക്കപ്പെടുന്നതിനെയാണ് ഈ ഹാക്കിം എന്ന പദം, ഹുക്മ എന്ന പദം, അതുപോലെ ഹിക്മത്ത് എന്ന പദമൊക്കെ നൽകുന്ന സൂചന. അപ്പോ അത് കിതാബ് എന്നത് നല്ല സുന്ദരമായൊരു ബുക്ക് ഷെൽഫിൽ അങ്ങനെ അടുക്കി വെക്കാനുള്ള ഒരു സംഗതിയല്ല. മനുഷ്യ ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. ആ ഒരു കാര്യത്തിന് നേതൃത്വം വഹിക്കുന്നവരായിരുന്നു ഈ നുബൂവത്തിന്റെ ഉടമകളായിരുന്ന പ്രവാചകന്മാർ. ബനൂ ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തുടരെ പ്രവാചകന്മാര് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രവാചകന്റെ ദൗത്യ നിർവഹണം പൂർത്തീകരിച്ച് അദ്ദേഹം വിടവാങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പലപ്പോഴും അടുത്ത പ്രവാചകൻ രംഗത്ത് വന്നിട്ടുണ്ടാകും. പലപ്പോഴും അത് മക്കൾ തന്നെ പ്രവാചകന്മാരായിട്ട് നിയോഗിക്കപ്പെടുന്ന ഒരു ചിത്രമൊക്കെയാണ് ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ഈ ഒരു ബനൂ ഇസ്രായേൽ അനുഭവത്തെയാണ് അല്ലാഹു ഇവിടെ മക്കയിലെ ആളുകളെ കേൾപ്പിക്കുന്നത്. അതില് കൃത്യമായൊരു സൂചനയുണ്ട്. ആ സൂചന അല്ലാഹു വികസിപ്പിച്ച് നമ്മളെ കേൾപ്പിക്കുന്നത് മദീനയിൽ അവതരിച്ച ചില സൂറത്തുകളിലാണ്. നമുക്ക് മദീനയിൽ അവതരിച്ച സൂറത്തുൽ ബഖറയിൽ ഒരിടത്ത് ഇങ്ങനെ കാണാൻ കഴിയും. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത. അത് പ്രകാരം നാം നിങ്ങളെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഖിബിലയെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഖിബില മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് മാറ്റി നിശ്ചയിച്ച ഒരു കാര്യം പറഞ്ഞിട്ട് അതേപോലെ തന്നെ
നിങ്ങളെ നാം ഉമ്മത്ത് വസത്തായിട്ട് ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു എന്നവിടെ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ മക്കയിൽ അവതരിച്ച ഈ സൂറത്തിലെ സൂചനയിൽ അടങ്ങിയ ഒരു കാര്യത്തിന്റെ പൂർത്തീകരണമായിട്ട് മദീനയിൽ അവതരിച്ച സൂറത്തുൽ ബഖറയിലെ ആ പരാമർശം നമുക്ക് കാര്യങ്ങൾ വ്യക്തതയുള്ളതാക്കി തരുന്നുണ്ട്. ബനൂ ഇസ്രായേൽ സമൂഹത്തിനെ അള്ളാഹു മാനവകുലത്തിന്റെ നായക സ്ഥാനം അലങ്കരിക്കുന്ന വിധത്തില് ലോക മനുഷ്യ സമൂഹങ്ങളെ നയിക്കാനും അവർക്ക് മാർഗദർശനം നൽകാനും അവരെ ദൈവിക മാർഗത്തില് ദൈവിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാക്കി രൂപപ്പെടുത്താനും ഒക്കെ വേണ്ടിയുള്ള ഒരു ചുമതല ഏൽപ്പിക്കപ്പെട്ടിരുന്നു. അതാണ് ലോകത്തെ ഇതര സമൂഹങ്ങളെക്കാൾ അവരെ ഔന്നത്യമുള്ളവരാക്കി, ഫضലുള്ളവരാക്കി, ശ്രേഷ്ഠതയുള്ളവരാക്കി എന്ന് പറയുന്ന കാര്യം. അത് ഒരു അധിക ശമ്പളമോ അല്ലെങ്കിൽ ബോണസോ എന്തെങ്കിലും പ്രിവിലേജോ ഒന്നും ആയിരുന്നില്ല. ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. പുരുഷനെ അള്ളാഹു സ്ത്രീകളുടെ മേൽ ശ്രേഷ്ഠതയുള്ളവരാക്കി എന്ന് പറയുന്നിടത്തും ഇതേ പദം അള്ളാഹു ഉപയോഗിക്കുന്ന കാണാൻ കഴിയും. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും ബഅദ, ചിലരെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാക്കി അള്ളാഹു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് അധിക ചുമതലയും അധിക ഉത്തരവാദിത്വവും നൽകിയിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ ഭക്ഷണം വിഹിതം വെക്കുമ്പോൾ അതിലെ മുന്തിയ ഭാഗം ആണുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല ഇവിടെ. അതേപോലെ തന്നെയാണ് ബനൂ ഇസ്രായേലിന് കൂടുതൽ പ്രിവിലേജസ്, ഭൗതിക ജീവിത സൗകര്യങ്ങളും അതുപോലെ അധികാരവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് അങ്ങ് ആനന്ദിച്ച് ഉല്ലസിക്കാൻ വേണ്ടി ബനൂ ഇസ്രായേലിന് വലിയ പ്രിവിലേജ് നൽകി എന്നല്ല ഇവിടെ പറയുന്നത്. മക്കയിലെ ഖുറൈശി സമൂഹത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാൻ സന്നദ്ധരായിക്കൊണ്ട് പിന്നീട് കടന്നു വന്ന ആളുകളെയും ഒക്കെ അള്ളാഹു ഉമ്മത്ത് വസത്താക്കി വെച്ചതും ഈ വിധത്തില് ഔന്നത്യം നടിച്ചുകൊണ്ട് ഞങ്ങൾ ശ്രേഷ്ഠരാണ് എന്ന ഒരു നാട്യവുമായി നടന്നുകൊണ്ട് കൂടുതൽ പ്രിവിലേജസ് ആസ്വദിക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടിയല്ല. ലോക മനുഷ്യ സമൂഹങ്ങൾക്കിടയിൽ ദൈവിക ദൗത്യം പ്രവാചകന്മാരുടെ പിന്തുടർച്ച എന്ന നിലക്ക് നിർവഹിക്കുന്നതിന് വേണ്ടി, അതിനുള്ള കർമ്മ മാതൃകകളായി മാറുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അവരെ ഉമ്മത്ത് വസത്തായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഉമ്മത്ത് വസത്ത് എന്നത് ആ ആയത്തിൽ തന്നെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങളുടെ കാര്യത്തിൽ സാക്ഷികളാകേണ്ടതിനാണ്. ഏതുപോലെയാണ്? വയകൂന റസൂലു അലൈക്കും ഷഹീദ, റസൂൽ നിങ്ങളുടെ കാര്യത്തിൽ സാക്ഷിയാകുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതേപോലെ നിങ്ങൾ ജനങ്ങളുടെ കാര്യത്തിലും സാക്ഷികളാകുവാൻ വേണ്ടിയാണ്. റസൂല് സാക്ഷിയായത് മാതൃകയായിക്കൊണ്ടാണ്. നിങ്ങൾക്ക് ഏത് റോൾ മോഡലായിട്ടാണ് ജീവിതത്തെ നിങ്ങൾ രൂപപ്പെടുത്തേണ്ടത്, ഏത് റോൾ മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്നതാണ് റസൂല് കാണിച്ചു തന്നിട്ടുള്ളത്. അതേ വിധത്തില് ലോകത്തെ ജനതതികൾക്ക് റോൾ മോഡലായിട്ട് അവരുടെ കാര്യത്തിൽ ഷഹീദാകാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു കൂട്ടരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. ആ ദൗത്യമാണ് അവർക്ക് നിർവഹിക്കാനുള്ളത്. പ്രവാചകന്റെ സാന്നിധ്യം ഇന്നും നാളെയുമായിട്ട് അങ്ങ് അവസാനിക്കും. പിന്നീട് ആ കാര്യം നിർവഹിക്കേണ്ടത് നിങ്ങളാണ് എന്നാണ് അവിടെ നൽകപ്പെട്ട സന്ദേശം. പലപ്പോഴും ആ ആയത്തിനെ തെറ്റായി വായിച്ചുകൊണ്ട് മധ്യമ സമുദായം എന്നൊക്കെയുള്ള ഒരു അബദ്ധ വായന നിർവഹിക്കുന്ന കാണാം. അത് അബദ്ധ വായനയാണ്. മധ്യമ നിലപാടെന്നോ മധ്യമ സമുദായമോ അല്ല, മറിച്ച് മധ്യസ്ഥാനീയരായ സമുദായമാണ്. ഒരു ഭാഗത്ത് റസൂലും മറുഭാഗത്ത് മുഴുവൻ ജനസമൂഹങ്ങളും അന്ത്യനാൾ വരെയുള്ള, അവർക്കിടയിലാണ് മുസ്ലിം ഉമ്മത്തിന്റെ സ്ഥാനം. റസൂലിനെ ഒരു നോട്ടം നോക്കി അവർ കാര്യം പഠിക്കുന്നു, എന്നിട്ട് ഇപ്പുറത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കുന്നു, എത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് സാക്ഷ്യം വഹിക്കൽ. അവരുടെ കാര്യത്തിൽ റസൂൽ നൽകിയ ആ മാതൃക, തുല്യതയില്ലാത്ത മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമായി മാതൃകയാവുക എന്നതാണ് ഈ സമുദായത്തിന് ചുമതല ഏൽപ്പിക്കപ്പെട്ട കാര്യം. അപ്പൊ ഞാൻ അതിന്റെ അല്പം
ചരിത്രത്തില് അല്പം വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമുള്ള ഇത് സംബന്ധമായ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഒന്ന് നിങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തി കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ തിരിച്ചു പോവുകയാണ്. വലഖദ് ആതൈന ബനി ഇസ്രായീലൽ കിതാബ വൽ ഹുക്മ വന്നുബുവ. ബനു ഇസ്രായേലിന് നാം 3 അതിവിശിഷ്ടങ്ങളായ ഔദാര്യങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് അൽ കിതാബ വൽ ഹുക്മ വന്നുബുവത, ദൈവിക ഗ്രന്ഥവും അതിന്റെ പ്രായോഗിക രൂപമായിട്ടുള്ള ഹിക്മത്തും അതിന്റെ നിർവഹണവും, അതുപോലെ പ്രവാചകന്മാരുടെ നിരന്തരമായ സാന്നിധ്യവും. ഇതാണ് ബനു ഇസ്രായേലിന് നാം നൽകിയിരുന്നത്. കൂടാതെ കണ്ടു വറസഖ്നാഹും മിനത്വയ്യിബാത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഉത്തമമായതിൽ നിന്ന് നാം അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിത വിഭവങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തു. വറസഖ്നാഹും, നാം അവർക്ക് റിസ്ഖ് നൽകുകയുണ്ടായി. മിനത്വയ്യിബാത്ത്, ഏറ്റവും നല്ലത് ശ്രേഷ്ഠമായത്. എല്ലായ്പ്പോഴും മനുഷ്യര് ശ്രേഷ്ഠമായതിന്റെ പുറകിലല്ല. പന്നിമാംസവും മദ്യവും ഒക്കെ വളരെ വലിയ സംഗതിയാണ് എന്ന് കരുതി അതിന്റെ പുറകെ പോകുന്ന ആളുകളും സമൂഹങ്ങളും ഒക്കെ ഉണ്ട്. വളരെ മ്ലേച്ഛമായതും വൃത്തികെട്ടതും ഒക്കെ റിസ്ഖായി മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ബനു ഇസ്രായേലിന് എപ്പോഴും അങ്ങനെയാണ്. തൊയ്യിബാത്ത് കഴിച്ച് ഹലാലായ കാര്യങ്ങൾ നിർവഹിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ശ്രേഷ്ഠമായ ദൗത്യം നിർവഹിക്കാൻ കഴിയും. മറിച്ചാണെങ്കിൽ അവര് ദുഷ്ടന്മാരായി മാറും, ക്രൂരതകൾ ചെയ്യുന്നവരായി മാറും. ഒരു ജനസമൂഹത്തോടും യാതൊരു വിധത്തിലുള്ള കടപ്പാടും പ്രതിബദ്ധതയും കാണിക്കുന്ന, അവർക്ക് വേണ്ടി അവരെ പോലെ ഉള്ള അവസ്ഥയിലാണെങ്കിലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നിലകൊള്ളുന്നവരൊന്നും ആയിട്ട് മാറൂല. ചതിയും വഞ്ചനയുമായിരിക്കും അവരുടെ അടിസ്ഥാന പ്രകൃതം തന്നെ. നമുക്ക് ഒരു പിന്നിട്ട 100-300 വർഷക്കാലത്തെ കൊളോണിയൽ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ കാലത്തായാലും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ രൂപത്തിലായാലും അവർ പോയിടങ്ങളിലൊന്നും തന്നെ അവരുടെ ആഗമനം കൊണ്ട് സാന്നിധ്യം അറിയിച്ച പ്രദേശങ്ങളിലൊന്നും തന്നെ അവിടെയുള്ള ജനങ്ങളോട് അവർ യാതൊരു വിധത്തിലുള്ള അനുകമ്പയും പ്രതിബദ്ധതയും ആത്മാർത്ഥതയും കാണിച്ചിരുന്നില്ല. ആഫ്രിക്കയിലായാലും ഏഷ്യയിലായാലും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലായാലും അവർ പോയിടത്തൊക്കെയും അവരെ ചൂഷണം ചെയ്യുക, അവരുടെ വിഭവങ്ങൾ കവർന്നെടുക്കുക എന്നതല്ലാത്ത ആ സമൂഹത്തെ ധാർമ്മികമായും സദാചാരപരമായും വിശ്വാസപരമായും വൈജ്ഞാനികമായും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ദൗത്യം അവര് ചെയ്യുന്നതിൽ താല്പര്യം കാണിച്ചിട്ടില്ല. അവർക്ക് വേണ്ട ആളുകളെ ട്രെയിൻ ചെയ്തെടുക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുണ്ടായിട്ടുള്ളത് എന്നുകൂടി നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ വലഖദ് ആതൈന ബനി ഇസ്രായീലൽ കിതാബ വൽ ഹുക്മ വന്നുബുവ, ഈ 3 വിശിഷ്ടമായ അനുഗ്രഹങ്ങളും ബനു ഇസ്രായേലിന് നാം നൽകിയിട്ടുണ്ടായിട്ടുണ്ട് നേരത്തെ. വറസഖ്നാഹും, അവർക്ക് നാം നൽകുകയുണ്ടായി. മിനത്വയ്യിബാത്ത്, ശ്രേഷ്ഠമായ ഉത്തമമായ വിഭവങ്ങൾ, നല്ല വിഭവങ്ങളാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളത്. അവരെല്ലായ്പ്പോഴും ആ നല്ല വിഭവങ്ങൾ മാത്രം ഭുജിക്കുന്നവരായിട്ടല്ല നിലകൊണ്ടത് എന്നത് വേറെ ഒരു കാര്യം. അവര് ദൗത്യം മറന്നവരായി, ഉത്തരവാദിത്വ ബോധമില്ലാത്തവരായി, നികൃഷ്ടന്മാരും ക്രൂരന്മാരും അക്രമികളും ഒക്കെയായി മാറിയിട്ടുണ്ട് ചരിത്രത്തിൽ. അതിന്റെ പിന്നിട്ട നാളുകൾ പരിശോധിക്കുമ്പോൾ തൊയ്യിബാത്തല്ലാത്തതൊക്കെ ഭുജിക്കുന്നവരായി മാറിയിട്ടും ഉണ്ടായിരുന്നു. അതിന് സമാന്തരമായിട്ട് ആ സമൂഹം എന്നത് നമുക്ക് കാണാൻ കഴിയും. തൊയ്യിബാത്തല്ലാത്ത, അള്ളാഹു ഏറ്റവും ഉത്തമമായത് എന്ന നിലക്ക് അവർക്ക് നൽകിയിട്ടുള്ളതായിരുന്ന സംഗതികളല്ലാത്ത പലതും പ്രയോജനപ്പെടുത്തുന്നവരായിട്ട് അവർ മാറിയ ഘട്ടങ്ങളിലൊക്കെയും തന്നെ അവര് നികൃഷ്ടന്മാരും ക്രൂരന്മാരും അക്രമികളും ഒക്കെ ആയിട്ട് മാറിയത് ചരിത്രമാണ്. അപ്പോ വറസഖ്നാഹും മിനത്വയ്യിബാത്ത്, എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യം ഫദ്ദൽനാഹും അലൽ ആലമീൻ, അവരെ
സർവ്വലോകങ്ങളിലെയും ജനങ്ങളെക്കാൾ നാം ശ്രേഷ്ഠരാക്കുകയും ചെയ്തു. ബനൂ ഇസ്രായേലിനെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ ശ്രേഷ്ഠതയെ കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അവരെ ലോകത്തെ ജനതതികളുടെ മേൽ ശ്രേഷ്ഠതയുള്ളവരാക്കി അള്ളാഹു വെച്ചു എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അവർക്ക് എന്തെങ്കിലും പ്രിവിലേജ് നൽകിയതിന്റെ കാര്യമല്ല സൂചിപ്പിക്കുന്നത്. അവരെ പ്രവാചകന്മാരുടെ പിന്മുറക്കാരായിക്കൊണ്ട് പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് അവർക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ടായിട്ടുള്ളത്. അത് നിർവഹിക്കാൻ അവര് സന്നദ്ധരാവാതിരുന്ന ഘട്ടത്തിലാണ് അവരുടെ കാര്യത്തിൽ പലപ്പോഴും അള്ളാഹുവിന്റെ നടപടി ഉണ്ടായിട്ടുള്ളത്. താക്കീദിന്റെ സ്വരത്തിൽ ഒരു ഘട്ടത്തിൽ അള്ളാഹു അവരോട് പറയുന്നത്, ഇൻ ഉഴ്ത്തും ഉഴുതിന, നിങ്ങൾ നിങ്ങളുടെ വൃത്തികേടുകളിലേക്ക്, അക്രമങ്ങളിലേക്ക്, അനുസരണക്കേടിലേക്ക് തിരികെ പോകുന്നുവെങ്കിൽ നമ്മുടെ ശിക്ഷാ നടപടികളിലേക്ക് നാമും തിരികെ പോകും എന്നാണ് താക്കീത് ചെയ്തത്. ഇൻ ഉഴ്ത്തും ഉഴുതിന, നിങ്ങൾ മടങ്ങുന്നുവെങ്കിൽ നാമും മടങ്ങും. നിങ്ങൾ വൃത്തികേടുകളിലേക്കും അക്രമത്തിലേക്കും അതുപോലെ നിങ്ങളുടെ താന്തോന്നിത്തരങ്ങളിലേക്കും മടങ്ങുന്നുവെങ്കിൽ നാമും നമ്മുടെ പല നടപടികളും നേരത്തെ നിങ്ങൾക്കെതിരിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അതേപോലെയുള്ള നടപടികളിലേക്ക്, ശിക്ഷാ നടപടികളിലേക്ക് നാമും നീങ്ങും എന്ന് അവരെ താക്കീത് ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഫദ്ദൽനാഹും അലൽ ആലമീൻ, ഇത് ഏതെങ്കിലും റേസിന്റെ, ഏതെങ്കിലും വംശത്തിന്റെ അല്ലെങ്കിൽ റേസിന്റെ, അതെ, വംശത്തിന്റെ എന്തെങ്കിലും പ്രത്യേകമായ ഔന്നത്യത്തെ, വംശീയമായ ഔന്നത്യത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പലരും അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. വംശീയമായ ഔന്നത്യമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്, ഒരിക്കലുമല്ല. പ്രവാചകന്മാരിലൂടെ അവരെ ചുമതലപ്പെടുത്തപ്പെട്ടിരുന്ന ആ ഉത്തരവാദിത്വത്തിന്റെ മഹാത്മ്യം കൊണ്ടുള്ള ഉയർച്ചയാണ്, ഫضലാണ്, ശ്രേഷ്ഠതയാണ് അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്നത്. ഉമ്മത്ത് മുഹമ്മദിനും അള്ളാഹു നൽകിയിരിക്കുന്നത് അതേ ഔന്നത്യം തന്നെയാണ്. ബനൂ ഇസ്രായേൽ ഇക്കാര്യത്തിൽ തീർത്തും അയോഗ്യരായി മാറിയ ഒരു ചരിത്രഘട്ടത്തിലാണ്. അള്ളാഹുവിന്റെ അവസാന പ്രവാചകനെ സകല തെളിവുകളുടെയും സാന്നിധ്യത്തിലും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ വർഷങ്ങൾ തന്നെ അവരുടെ വക്രതയിലും അതുപോലെ അവരുടെ നികൃഷ്ടമായ നിലപാടുകളിലും ഒക്കെയായിട്ട് അവർ പിന്നിട്ടതിനെ തുടർന്നാണ് മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണ കാലത്തിന്റെ തുടക്കത്തിൽ ഖിബ്ലയുടെ മാറ്റം പ്രഖ്യാപിക്കപ്പെടുന്നതും ബനൂ ഇസ്രായേലിൽ നിന്ന് അള്ളാഹു ഈ വിശിഷ്ടത എടുത്തു മാറ്റി അത് ഉമ്മത്ത് മുഹമ്മദിന് നൽകുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ കദാലിക ജഅൽനാക്കും ഉമ്മത്തൻ വസത്ത, ബനൂ ഇസ്രായേലിനെ ഏത് വിധത്തിൽ ഫضലുള്ള ഒരു ജനതയാക്കി അള്ളാഹു മാറ്റിയിരുന്നോ അതേ ഫضല് ഇപ്പോ നിങ്ങൾക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത്. കാര്യം വ്യക്തമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് വലഖദ് ആതൈന ബനി ഇസ്രായീല അൽ കിതാബ വൽ ഹുക്മ വൻ നുബുവത വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. ഈ ത്വയ്യിബാത്ത് റിസ്ഖായിട്ട് പ്രയോജനപ്പെടുത്തപ്പെടുക എന്നതും ഓരോ സമൂഹവും നിർവഹിക്കുന്ന ജീവിത ദൗത്യവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഹറാമുകളും ഹബായിസും ഒക്കെയായി അത്തരം റിസ്ഖുകളുടെ പുറകെ പോകുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും നികൃഷ്ടന്മാരും അക്രമികളും ദ്രോഹികളും ചൂഷകരും ഒക്കെ ആയിട്ടാണ് മാറുക. അവരുടെ ജീവിതത്തിലെ നിലപാടുകൾ തന്നെ അങ്ങേയറ്റം മ്ലേച്ഛമായതായി മാറും. ഇത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചെടുക്കുന്ന ഒരു വസ്തുതയാണ്. ഫദ്ദൽനാഹും അലൽ ആലമീൻ, അവരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് അവരെ നാം വലിയ ശ്രേഷ്ഠന്മാരാക്കിയിരുന്നു, ലോകത്തെ ജനതതികളുടെ കൂട്ടത്തിൽ വലിയ ഫضലുള്ള ആളുകളാക്കി മാറ്റിയിരുന്നു. ഈ ഫضലാണ് ഞാൻ നേരത്തെ വ്യക്തമാക്കിയത്. അത് അവരെ ഏൽപ്പിച്ച ചുമതലയുടെ പ്രാധാന്യമാണ്. ഇപ്പോ കേരളത്തിൽ ഒരാള് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്, വലിയ ഫضലാണത്. എന്താണ് ആ ഫضലിന്റെ പ്രത്യേകത? വളരെ ക്ഷേമകരമായ ഒരു ജീവിതം നയിക്കാൻ ക്ലിഫ് ഹൗസ് ഉപയോഗപ്പെടുത്താമെന്നതും യാത്ര ചെയ്യുമ്പോൾ അകമ്പടി സേവിക്കുന്ന ധാരാളം വാഹനങ്ങൾ കൂടെ ഉണ്ടാകും എന്നതും അതുപോലെയുള്ള പ്രിവിലേജസ് ആണ്. അതോ ഇപ്പോ അധികാരം ഏൽക്കാൻ മുതിരുന്ന
വ്യക്തി പറഞ്ഞതുപോലെ ഇത് വലിയ ചുമതലയാണ് എന്നാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിനെ കുറിച്ച് ഒരു പ്രവചനവും നടത്തുന്നില്ല, എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും പ്രാധാന്യമുള്ളത് തന്നെയാണ്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: അത് വലിയൊരു ചുമതലയാണ്. ആ ചുമതലയാണ് ആ വ്യക്തിയെ ഫضലുള്ളതാക്കി മാറ്റുന്നത്, ശ്രേഷ്ഠതയുള്ളതാക്കി മാറ്റുന്നത്. ആ ചുമതല നിർവഹിക്കാത്തവൻ ഇറങ്ങിപ്പോകേണ്ടി വരുന്നത് എത്ര അപമാനകരമായ വിധത്തിലാണ് എന്നതും നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോ ശ്രേഷ്ഠത ആ ചുമതല നിർവഹണത്തിന്റെ പ്രായോഗികമായിട്ട് എത്രത്തോളം അത് നിർവഹിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ബനൂ ഇസ്രായേലിന് സംഭവിച്ചതും ഈ ചുമതല നിർവഹിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോപം അവരെ ഏറ്റുവാങ്ങി, നികൃഷ്ടത ഏറ്റുവാങ്ങേണ്ടി വന്നു, നിന്ദിത അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ചരിത്രത്തില് എപ്പോഴും ആട്ടും തുപ്പും കേൾക്കേണ്ടി വരുന്ന നിഷ്കാസിതരായ ഒരു സമൂഹമായിട്ട് അവര് പലപ്പോഴും പരിണമിച്ചു എന്നതാണ് അവരുടെ ആ നിരുത്തരവാദപരമായ നിലപാട് കാരണമായിട്ടുണ്ടായത്. മക്കയിൽ ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെ അള്ളാഹു തിരഞ്ഞെടുത്തതാണ്. ആ സമൂഹം ബനൂ ഇസ്രായേലിനെ പോലെയുള്ള നെറികേടാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെയും കാത്തിരിക്കുന്നത് ഇതുപോലെയൊക്കെയുള്ള പരിണിതി തന്നെയാണ് എന്നതാണ് ഇവിടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ആതൈനാഹും ബയ്യിനാത്തിൻ മിനല്ലാം, കാര്യങ്ങളിൽ ദൈവിക മതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നാം അവർക്ക് ബയ്യിനാത്തുകൾ നൽകിയിട്ടുണ്ടായി എന്നുകൂടിയാണ് അള്ളാഹുവിടെ പറയുന്നത്. അള്ളാഹു അവർക്ക് നൽകിയ ശ്രേഷ്ഠതയുടെയും മഹത്വത്തിന്റെയും വിശദാംശങ്ങളാണ് ഇവിടെ നൽകപ്പെടുന്നത്. ആതൈനാഹും ബയ്യിനാത്തിൻ, ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ വിശദീകരണങ്ങളാണ്. ബയ്യിനാത്തിൻ മിനൽ ഹുദ എന്നത് വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ട് ഖുർആനിൽ തന്നെ ഒരു പ്രയോഗം കാണാം. അപ്പോ ബയ്യിനാത്ത് എന്ന് പറഞ്ഞ വിശദീകരണങ്ങളാണ്. കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ദൈവിക മാർഗദർശനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെ വിശദാംശങ്ങളായിട്ടുള്ള പ്രായോഗികമായ പല സംഗതികളുമാണ് ബയ്യിനാത്ത്. ചില ആയാത്തുകളുടെ ദൈവിക നിർദ്ദേശങ്ങളുടെ പൊരുള് മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കുന്ന, അതിന്റെ നിർവഹണത്തിന്റെ രീതിയും സ്വഭാവവും എങ്ങനെ എന്നത് നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യങ്ങളാണ്. ബയ്യിനാത്തും മിനൽ അംർ എന്ന് പറഞ്ഞ ഇവിടുത്തെ അംർ ദീനാണ് എന്നാണ് ഖുർആൻ പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിക്കുന്നത്. അംർ കാര്യം എന്നാണ് അംറിന്റെ അർത്ഥം. ഇവിടെ അംർ അവർക്ക് നൽകപ്പെട്ട ദീനാണ്, അതിന്റെ ബയ്യിനാത്താണ് അള്ളാഹു അവർക്ക് നൽകിയതായിട്ട് ഇവിടെ പറയുന്നത്. അപ്പൊ ദൈവിക മതത്തിന്റെ അവർക്ക് ഏറെ ആവശ്യമുണ്ടായിരുന്ന പല ബയ്യിനാത്തുകളും നാം അവർക്ക് നൽകിയുണ്ടായിട്ടുണ്ട്. അവര് ഭിന്നതയിലാകപ്പെട്ടിട്ടില്ല. ഇൽമ്, വ്യക്തമായ ജ്ഞാനം അവർക്ക് നൽകപ്പെട്ടതിന് ശേഷമല്ലാതെ. ബനൂ ഇസ്രായേൽ സമൂഹം ഒടുക്കമില്ലാത്ത ഭിന്നതകളിൽ അകപ്പെട്ടു. അവരിൽ പല വിധത്തിലുള്ള അനൈക്യത്തിന്റെ പ്രവണതകളും ഉടലെടുത്തു. അവര് സംഘങ്ങളായി ചേരി തിരിഞ്ഞു പരസ്പരം പോരടിക്കുന്നവരായി മാറി. അവരുടെ കരുത്തും ശക്തിയും ശ്രേഷ്ഠതയും ഒക്കെ ക്ഷയിക്കുന്ന ഒരു കാര്യവും ചരിത്രത്തിൽ നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞു. അവരുടെ ഇടമായിട്ട് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന മൂസ അലൈഹി സ്വലാമിന്റെ കാലത്ത് അവരെ അങ്ങോട്ടാണല്ലോ നയിച്ചിരുന്നത്. പിന്നീട് ശംവീൽ പ്രവാചകന്റെ കാലത്ത് അവർക്ക് അവരുടെ ആ വാഗ്ദത്ത ഭൂമിയിൽ എത്താൻ സാധിക്കുകയും അവിടെ ഒരു മാതൃകാ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏർപ്പെടാൻ സാധിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവിടെ നിന്ന് അവര് പല ഘട്ടങ്ങളിലായിട്ട് അടിച്ചു പുറത്താക്കപ്പെടുന്നുണ്ട്. അവര് പുറന്തള്ളപ്പെടുന്ന രണ്ട് ഏറ്റവും ചുരുങ്ങിയത് 2 ചരിത്ര സന്ദർഭങ്ങളെങ്കിലും ഉണ്ടായതായിട്ട് വിശുദ്ധ ഖുർആന്റെ സൂചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ചരിത്രവും അതിന്റെ വിശദാംശങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഈ ബനൂ ഇസ്രായേൽ സമൂഹം ഫമഖ്തലഫു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽം, ഉടനെ തന്നെ അള്ളാഹു ഇവിടെ മക്കയിലെ ആളുകളോട് പറയുന്നതിന്റെ കാര്യം, ഇത്രയും ശ്രേഷ്ഠത നൽകപ്പെട്ടിരുന്ന ഒരു കൂട്ടരാണ് അവരെങ്കിൽ നമ്മളിപ്പോ അവരെ വളരെ ദുർബലരായും പലയിടത്തും ചവിട്ടി മെതിക്കപ്പെടുന്നവരായിട്ടുമാണല്ലോ കാണുന്നത് എന്നൊരു ചോദ്യം മക്കയിലെ ഈ അഭിസംബോധിതരായ ആളുകളുടെ മനസ്സിൽ
രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ ആയത്തുകൾ കേൾപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് വലിയ ഫضല് നൽകി, അവർക്ക് കിതാബ് നൽകി, ഹിക്മത്ത് നൽകി, അതുപോലെ നുബുവത്ത് നൽകി, ബയ്യിനാത്ത് നൽകി, റിസ്ഖ് നൽകി, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അവരെന്ത് ഇപ്പോ ഈ അവസ്ഥയിലായി എന്നൊരു ചോദ്യം ഈ ആയത്ത് കേൾക്കുന്ന മക്കയിലെ ആളുകളുടെ മനസ്സിൽ രൂപപ്പെട്ടു വരുമല്ലോ. അതിനുള്ള മറുപടിയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഫമഖ്തലഫു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമ്, ജ്ഞാനം ദൈവികമായി പകർന്നു നൽകപ്പെട്ടതിന് ശേഷമല്ലാതെ അവര് ഭിന്നതയിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ജ്ഞാനം ലഭിച്ചതിന് ശേഷവും അവരുടെ നെറികേട് കാരണമായിട്ട് ആണ് അവര് ഭിന്നതയിൽ അകപ്പെടുകയുണ്ടായത്. ബഹയം ബൈനഹും, പരസ്പരമുള്ള പകയും വിദ്വേഷവും ശത്രുതയും. ഈ യോഗ്യത ഒക്കെയും നമ്മുടെ കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹത്തിന് തികവോടെ വന്നു ചേർന്നിട്ടുണ്ട് എന്നതാണ് പച്ച പരമാർത്ഥമായ ഒരു കാര്യം. ബഹയം ബൈനഹും, സംഘങ്ങളായി തിരിഞ്ഞിരിക്കുന്നു, പരസ്പരം ഒടുങ്ങാത്ത വിദ്വേഷമാണ്. അത് ലോകാടിസ്ഥാനത്തിൽ സുന്നികൾക്ക് ഷിയാക്കളോടും ഷിയാക്കൾക്ക് സുന്നികളോടും ഒക്കെ അങ്ങനെ പതഞ്ഞുയരുന്ന വിദ്വേഷവും പകയും. യഹൂദർക്ക് കൈവശം വന്നാൽ പോലും മസ്ജിദുൽ അഖ്സ ഈ സമൂഹത്തിന്റെ കയ്യിൽ വരാൻ പാടില്ല എന്ന് പറയുന്നിടത്തോളം പകയും വിദ്വേഷവും ഒക്കെ മറിച്ചും അങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുകയാണ്. നമ്മുടെ നാട്ടിൽ പോലും സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് പരസ്പരം വിദ്വേഷം ഉള്ളവരായി മാറുക. ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിച്ചാൽ പോലും മറ്റേ സംഘത്തിൽപ്പെട്ട ആളെ അംഗീകരിക്കാനോ അയാളെ സഹായിക്കാനോ അയാൾക്ക് ഒത്താശ ചെയ്യാനോ പറ്റൂല എന്നുള്ള ഒരു നിലപാട് ഇസ്ലാമിക സമൂഹത്തിലെ പല സംഘങ്ങളും കൊണ്ട് നടക്കുന്നു. ബഹയം ബൈനഹും എന്ന 2 വാക്കുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ 3 വാക്കുകൾ കൊണ്ടാണ് അള്ളാഹു അതിനെ പരാമർശിക്കുന്നത്. ബഹയൻ ബൈനഹും, അവർക്കിടയിലുള്ള പകയും ശത്രുതയും, അകാരണമായിട്ടുള്ള വിദ്വേഷം. അള്ളാഹുവിന്റെ കിതാബിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിലേക്കും തിരികെ പോയാൽ പരിഹരിക്കപ്പെടാവുന്നതായതല്ലാത്ത ഒരു പ്രശ്നവും ഇല്ല ഇസ്ലാമിക സമൂഹത്തിൽ. എന്നാൽ അതിന് സന്നദ്ധാവാതെ സത്യസന്ധത എന്നോ കൈമോശം വരുത്തിക്കൊണ്ട് പരസ്പരം പകയും വിദ്വേഷവുമായിട്ടാണ് അവർ നടക്കുന്നത്. ഇന്ന റബ്ബക യഖ്ലി ബൈനഹും, തീർച്ചയായിട്ടും ഈ വിവിധ സംഘങ്ങളായി മാറി പരസ്പരം വിദ്വേഷം കൊണ്ട് നടക്കുന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും നിന്റെ റബ്ബ് വിധി പറയും. യഖ്ലി ബൈനഹും യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ. അതുവരെ അവർക്ക് അടികൂടിക്കൊണ്ട് ജീവിക്കാം. യൗമുൽ ഖിയാമയിലാണ് അള്ളാഹു ഇക്കാര്യത്തിൽ വിധി തീർപ്പ് നടത്തുക. അള്ളാഹുവിന്റെ കിതാബിനെയും നേരത്തെ പഠിപ്പിക്കപ്പെട്ട ഹിക്മത്തിനെയും നുബുവത്തിന്റെയും ബയ്യിനാത്തിന്റെയും ഒക്കെ പിൻബലത്തിൽ ഈ കാര്യങ്ങൾ വിലയിരുത്തപ്പെടുകയും അതിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുകയും ചെയ്യും എന്നാണ് യൗമുൽ ഖിയാമയിൽ. അതുവരെ ഈ ജ്ഞാനം ലഭിച്ച സമൂഹം തന്നെ അവരുടെ ജ്ഞാനത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുത്തി ഇരുട്ട് പുൽകിയ ആളുകളായി മാറിയ അവസ്ഥയിൽ അവര് ആ പരസ്പരമുള്ള വൈരവും ശത്രുതയുമായി അങ്ങനെ മുന്നോട്ട് പോകും. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവര് ഏത് കാര്യത്തിലാണോ ഭിന്നതയിലായിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങളിലാണ് യൗമുൽ ഖിയാമയിൽ അവർക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുക. അപ്പൊ അതുവരെ നിങ്ങൾ കിതാബും സുന്നത്തും പരിശോധിക്കും. എന്നിട്ട് നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കും. ഇസ്തഫ്തി ഖൽബക്ക് എന്നൊരു പ്രയോഗം അറബിയിലുണ്ട്. നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക എന്നുള്ള, സത്യം ഏതാണ്, ശരി ഏതാണ്, ന്യായം ഏതാണ് എന്നത് ഈ കിതാബിന്റെയും അതുപോലെ ബനൂ ഇസ്രായേലിന്റെ കാര്യത്തിൽ അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാര് അവശേഷിപ്പിച്ച അവരുടെ ലെഗസി ഉണ്ട്. അതിന്റെയും അടിസ്ഥാനത്തിൽ അവര് അത് പരിശോധിച്ച് മനസ്സിലാക്കട്ടെ. അതാണ് അവർക്കുള്ളത്, അവര് ചെയ്യേണ്ട കാര്യം. അപ്പോ അവർക്ക് കാണാൻ കഴിയും അവരുടെ സമൂഹത്തിന് തന്നെയും അംഗീകരിക്കൽ വളരെ അനിവാര്യമായ ഒരു നായകൻ, ഒരു വഴികാട്ടി അവരിലേക്ക് എന്ന് മാത്രമല്ല മുഴുവൻ ലോകത്തിലേക്കുമായിട്ട് വരാനുണ്ട് എന്നൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പോ ആ പ്രവാചകന്റെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു സത്യം അവരുടെ തന്നെ കിതാബിലും അവരുടെ പ്രവാചകന്മാര് അവരോട് പറഞ്ഞ കാര്യങ്ങളിലുമായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിക്കും.
അപ്പം ബനു ഇസ്രായേലിനെ ഇവിടെ പരാമർശിച്ചിരിക്കുകയാണ് അള്ളാഹു. വലിയ വിശിഷ്ടമായ അനുഗ്രഹങ്ങളാണ് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. മക്കയിൽ ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം കാരണമായിട്ട് ഖുറൈശികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ സന്നദ്ധരായി രംഗത്ത് വന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കുമായി അള്ളാഹു നൽകിയിരിക്കുന്നത് സമാനമായ ഒരു ഫضലാണ്. ആ ഫضലിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ അവർ സന്നദ്ധരാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഫضലിന്റെ മഹത്വത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിത നിലപാടിലേക്കാണ് അവർ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബനു ഇസ്രായേൽ ചെന്നുപെട്ട പരിണതികളിലൊക്കെയും തന്നെ ഈ സമുദായവും അകപ്പെടേണ്ടി വരും. അതാണ് നൽകപ്പെടുന്ന സൂചന. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ജാസിയയിലെ 16-17 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.